Good morning, friends. Welcome to the sixth and the final theory session of the third module, Electric Fields in Matter. So, today we are going to discuss the energy and force in dielectrics. So, first, the energy in dielectrics. Okay. So, ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ energy stored, that means the work done to charge a capacitor, അതുതന്നെയാണ് എനർജി സ്റ്റോർഡ് ആയിട്ട് മാറുന്നത് അല്ലേ. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. W is equal to or is equal to half CV square, which is also equal to Q square by 2C. ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. So in the presence of dielectric, means if there is a dielectric between the capacitor, then what will be the energy and what will be the capacitance? Okay, നോക്കൂ, in the presence of dielectric, the capacitance in the സംഭവിക്കുന്നു നോക്കൂ, C is equal to epsilon A by D ആയിട്ട് മാറുന്നു. നേരത്തെ epsilon 0 A by D ആയിരുന്നു അല്ലേ. That means epsilon is epsilon 0 into epsilon R. A by D means epsilon R times epsilon 0 A by D. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ the capacitance increased by epsilon R times, അല്ലേ, or C is equal to C with dielectric is equal to epsilon R into C vacuum. വാക്വത്തിലുള്ള capacitance-നേക്കാളും the capacitance is increased by this epsilon R factor. So അതുകൊണ്ട് തന്നെ നോക്കൂ, നമ്മുടെ എനർജിക്കൽ ഇക്വേഷൻ എന്താണ്? എനർജി സ്റ്റോർഡ് is equal to 1 by 2 CV square. So this W will be is equal to epsilon R into, അല്ലേ, നേരത്തെ ഉണ്ടായിരുന്ന സി വി യേക്കാൾ the C is increased by epsilon R. So epsilon R into the energy stored with vacuum or work done with vacuum. So അതിനേക്കാളും, അല്ലേ, സോ നേരത്തെ സ്റ്റോർ ചെയ്ത എനർജിയേക്കാളും എപ്സിലോൺ ആർ ടൈംസ് എനർജി നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ചാർജിനെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുണ്ട്, കപ്പാസിറ്റർ വിത്ത് ഡയലക്ട്രിക്കിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജിനെയും പൊട്ടൻഷ്യലിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ വി is equal to E into D ആണ് അല്ലേ. വി is equal to E into D ആണ്. ബട്ട് വാട്ട് ഈസ് E in presence of dielectric? നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4 by epsilon Q by R square. അതുകൊണ്ട് തന്നെ എപ്സിലോൺ താഴെ വരുന്നത് കൊണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഡയലക്ട്രിക്, ഡ്യൂ ടു ദ ഷീൽഡിംഗ് ഓഫ് ദി bound charges, the electric field intensity is reduced. Electric field intensity is reduced. So V is equal to E into D ആണല്ലോ. V is equal to E into D ആയതുകൊണ്ട് ഈ D ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. ബട്ട് E into D ആയതുകൊണ്ട് വിയും കുറയും അല്ലേ. സോ നമ്മൾ ഒരു കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ വോൾട്ടേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ചാർജ് ചെയ്യുന്നത് അല്ല, പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുന്നത് വരെയാണ് ചാർജിങ് നടക്കുക. സോ അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് അറ്റൈൻ ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് ചാർജിൻ്റെ അളവ് കൂടുന്നു. കാരണം അതിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റർ പ്ലേറ്റ്സുകളുടെ ഇടയിലുള്ള ഡയലക്ട്രിക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബൗണ്ട് ചാർജസ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഫ്രീ ചാർജസിനെ ഷീൽഡ് ചെയ്യുന്നു. അതുവഴി അവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യുന്നു. സോ പൊട്ടൻഷ്യൽ ഒറിജിനൽ പൊട്ടൻഷ്യൽ ആക്കുന്നതിന് വേണ്ടി നമുക്ക് കൂടുതൽ ചാർജസിനെ പമ്പ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, സോ അതുപോലെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് എനർജി ഈസ് ഈക്വൽ ടു 1/2 epsilon 0 E square d tau for all the space അല്ലെ, integral all the space E square d tau. And എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം അല്ലെ, ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയറുമായിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പെർ യൂണിറ്റ് വോളിയം ആകുമ്പോൾ ഇൻ്റഗ്രൽ ഡി ടോ ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. സോ ഫോർ എ ഡയലക്ട്രിക് മീഡിയം,
ഫോർ എ ഡയലക്ട്രിക് മീഡിയം നോക്കൂ, സ്വാഭാവികമായിട്ടും നമ്മൾ എപ്സിലോൺ എന്തായിട്ട് മാറും നോക്കൂ, എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ, അല്ലെങ്കിൽ ഒറിജിനൽ എപ്സിലോൺ ആയിട്ട് മാറും അല്ലേ. എപ്സിലോൺ 0 ബിക്കംസ് എപ്സിലോൺ മീൻസ് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റഗ്രൽ ഇ സ്ക്വയർ d2. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസൻസ് ഓഫ് ഡയലക്ട്രിക്കിൽ ഇതിനെങ്ങനെ ഒന്നും കൂടെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, 1/2 എപ്സിലോൺ ഇ സ്ക്വയർ d2. നമുക്ക് ഇ സ്ക്വയർ, വാട്ട് ഈസ് ഇ സ്ക്വയർ? ഇ ഡോട്ട് ഇ ആണല്ലേ. അതേപോലെ തന്നെ ദിസ് എപ്സിലോൺ ഇ ഈസ് ഡി. അപ്പോൾ നമുക്കിവിടെ പുറത്ത് എപ്സിലോൺ ആണല്ലോ ഉള്ളത് അല്ലേ. സോ ഇതിനെ ഇ ഡോട്ട് ഇ എന്ന് എഴുതാം. ഈ എപ്സിലോണിനെ ഒരു ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ബിക്കംസ് 1/2 ഡി ഡോട്ട് ഇ ഇൻറ്റു d2. ഓക്കെ, സോ അഗെയിൻ ഇവിടെയും സംഭവിച്ചത് എന്ത് തന്നെയാണെന്ന് നോക്കൂ. ദിസ് എനർജി സ്റ്റോർഡ് ഈസ് ഇൻക്രീസ്ഡ് ബൈ, ദിസ് ഇസ് ആക്ച്വലി എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലേ, in electric field ആണ്. So this energy stored in electric field is increased by epsilon r times അല്ലെ. എപ്സിലോൺ ആർ ടൈംസ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും എനർജി എപ്സിലോൺ ആർ ടൈംസ് ഇൻക്രീസ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് ഡയലക്ട്രിക്. ഓക്കെ, now let us see what is the force on dielectric. So നമുക്കറിയാം, a charged conductor experiences either an attractive force or a repulsive force, depends on the sign of the charge. F is equal to Q into E ആണൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിന് അത്തരത്തിലുള്ള ഫ്രീ ചാർജസ് അതിൽ പ്രസൻ്റ് അല്ല അല്ലേ. ഡയലക്ട്രിക് മെറ്റീരിയലിൽ ബൗണ്ട് ചാർജസ് മാത്രമേ ഉള്ളൂ. പോളാർ മെറ്റീരിയൽസിലാണ് ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ളത്. നോൺ പോളാർ മെറ്റീരിയൽസിൽ ബൗണ്ട് ചാർജസ് തന്നെ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അവർ പ്രസൻ്റ് ആകുന്നത്. ഇനി അപ്പോൾ ഈ ഡയലക്ട്രിക് മെറ്റീരിയൽസ് ഒരു ഇലക്ട്രിക് ഫീൽഡ്സിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടറിനെ പോലെ, ചാർജ്ഡ് കണ്ടക്ടറിനെ പോലെ ബൗണ്ട് ചാർജ്ഡ് ഡയലക്ട്രിക്കിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ? ബൗണ്ട് ചാർജസ് ഉള്ള അല്ലെങ്കിൽ ബൗണ്ട് ചാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഡയലക്ട്രിക്കിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും ചെയ്യണം അല്ലേ. ബൗണ്ട് ചാർജസ് ആണെങ്കിലും ചാർജ് ആണല്ലോ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇത് നമ്മളൊരു കപ്പാസിറ്ററാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പാസിറ്റർ പ്ലേറ്റുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് വെക്കുന്ന സമയത്ത് ആ ഡയലക്ട്രിക്കിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമോ? സ്വാഭാവികമായിട്ടും കപ്പാസിറ്ററിൻ്റെ ഇൻ ബിറ്റ്വീൻ അല്ലെ 2 പ്ലേറ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നമ്മുടെ ഡയലക്ട്രിക്കിൽ ബൗണ്ട് ചാർജസ് അറൈസ് ചെയ്യുന്നു. ഈ ബൗണ്ട് ചാർജസ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അല്ലേ. സ്വാഭാവികമായിട്ടും ഈ പ്ലേറ്റുകൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മുടെ ഡയലക്ട്രിക്കിൽ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയലക്ട്രിക്കിന് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. സോ വാട്ട് വിൽ ബി ദാറ്റ് ഫോഴ്സ്? ഓക്കെ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഇഫ് വി പുൾ ദ ഡയലക്ട്രിക് an infinitesimal distance dx, നോക്കൂ, നമ്മൾ dx ഡിസ്റ്റൻസ്, സ്മോൾ ഡിസ്റ്റൻസ് dx നമ്മൾ ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ ഉള്ളിലേക്ക് ഈ ഡയലക്ട്രിക്കിനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ the energy is changed by an amount equal to the work done. ഓൾറെഡി സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി നമുക്കറിയാം ഹാഫ് CV² ആണ്, അല്ലെങ്കിൽ ഹാഫ് Q സ്ക്വയർ ബൈ C ആണ്. സോ ദാറ്റ് എനർജി ഈസ്, കാരണം ഡയലക്ട്രിക്സിൻ്റെ പ്രസൻസ് ഫുൾ ഡയലക്ട്രിക് ആണെന്ന് നേരത്തെ കണ്ടു കഴിഞ്ഞാൽ എപ്സിലോൺ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ ഫുൾ ഡയലക്ട്രിക് അല്ല, ചെറിയൊരു പാർട്ട് മാത്രമേ ഡയലക്ട്രിക് കയറിയിട്ടുള്ളൂ. സോ അത്രയും പാർട്ടിലുള്ള the energy storing capacity is increased by epsilon r times. അത്രയും പാർട്ടിൻ്റെ മാത്രം അല്ലേ. മുഴുവനായിട്ടാണെങ്കിൽ ഒറ്റയടിക്ക് എപ്സിലോൺ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. സോ എനിവേ ആ energy stored, extra energy stored will be equal to the work done to move this dielectric into the or inside the plates.
ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഡയലക്ട്രിക്കിനെ മൂവ് ചെയ്യുന്നതിന്, ഇൻസേർട്ട് ചെയ്യുന്നതിന് എത്ര വർക്കാണോ നമ്മൾ ചെയ്തത്, ആ ഇക്വലൻ്റ് വർക്കാണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അവിടെ നമ്മൾ അതിന് ഫോഴ്സ് ഒന്നും തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാകുമായിരുന്നില്ല, അവിടെ എനർജി കൂടുതൽ സ്റ്റോർ ചെയ്യപ്പെടുകയും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ നമുക്കറിയാം കൂടുതൽ വർക്ക് നമ്മൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യണം. സോ ദാറ്റ് വർക്ക് വിൽ ബി dW is equal to F external into dx, where F external should be against this force, അല്ലെ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ദാറ്റ് വിൽ ബി മൈനസ് എഫ്, അല്ലേ. സോ എഫ് വിൽ ബി, അല്ലേ, ഇവിടെ അങ്ങനെ എഴുതാം dW is equal to മൈനസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. സോ എഫ് is equal to മൈനസ് dW by dx. ബട്ട് W നമുക്ക് നേരത്തെ പറഞ്ഞു ഹാഫ് സി വി സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി ആണ്, വേർ സി ഈസ് ദി കപ്പാസിറ്റൻസ്, അല്ലേ. സോ ഈ കേസിൽ, ഈ എക്സാമ്പിൾ നോക്കൂ, കപ്പാസിറ്റൻസ് ഇവിടെ രണ്ട് കപ്പാസിറ്റൻസിൻ്റെ സമ്മായിട്ടാണ് വരുന്നത്, അല്ലേ. ഇവിടെ രണ്ട് പാരലൽ കപ്പാസിറ്ററുകൾ വരുന്നു. ഒരു പാരലൽ കപ്പാസിറ്റർ വിത്ത് എയർ, മറ്റൊരു പാരലൽ കപ്പാസിറ്റർ വിത്ത് ദിസ് ഡയലക്ട്രിക് മെറ്റീരിയൽ. സോ ഈ ഡയലക്ട്രിക് കപ്പാസിറ്റർ വിത്ത് എയർ നോക്കൂ, അതിൻ്റെ വിഡ്ത്ത് W ആണ്, ഇതിൻ്റെ ഡിസ്റ്റൻസ് ലെങ്ത് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും വരിക നോക്കൂ, എക്സ് ഇൻറ്റു W ആയിരിക്കും വരുന്നത്, അല്ലേ. സോ നമുക്ക് കപ്പാസിറ്റൻസ് എഴുതാം 0 x W by D. സോ നമുക്ക് എയർ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാം, കപ്പാസിറ്റർ എന്ന് വിളിക്കാം. പ്ലസ് ഇനി ഡയലക്ട്രിക് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്തായിരിക്കും നോക്കൂ, ഇതിൻ്റെ വിഡ്ത്ത് W ആണ്, ഇവിടുത്തെ ലെങ്ത് വരുന്നത് നോക്കൂ. If this total distance is L, then the length of this part would be L minus x. So this is epsilon 0, epsilon r, L minus x, W by D. അല്ലേ, L minus x W ആണ് അതിൻ്റെ ഏരിയ വരുന്നത്, എപ്സിലോൺ r ആണ് ഈ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വരുന്നത്. സോ ദിസ് വിൽ ബി ദി ടോട്ടൽ capacitance of this system. Okay. So as the dielectric move inside, let us assume the total charge Q remains constant. Voltage vary ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ. കപ്പാസിറ്റൻസും വേരി ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് us assume, പക്ഷെ നമ്മൾ കൂടുതൽ ചാർജിനെ സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് സോഴ്സിനെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ക്യൂ റിമൈൻസ് കോൺസ്റ്റന്റ്. ദ ടോട്ടൽ ചാർജ് ഓൺ, ടോട്ടൽ ഫ്രീ ചാർജ് ആണ്, അല്ലേ, ഫ്രീ ചാർജസ് ഓൺ ദ പ്ലേറ്റ്സ് റിമൈൻസ് കോൺസ്റ്റന്റ്. നമുക്ക് ആ ഇക്വേഷൻ, അത് വരുന്ന രീതിയിലൊരു ഇക്വേഷൻ നോക്കാം. സോ എഫ് ഈക്വൽ ടു മൈനസ് dW by dx, that is minus d by dx of what is W in terms of Q, this is Q square by 2c. Q square by 2c. So Q ഒരു കോൺസ്റ്റന്റ് ആണല്ലോ, അതുകൊണ്ട് പുറത്ത് എഴുതാം. That is minus Q square by 2 into 1 d by dx of 1 by c, അല്ലെങ്കിൽ d by dx of c to the power minus 1. What is c to the power minus 1? ഡിഫറൻഷ്യൽ എന്താണ് വരിക, അല്ലേ, മൈനസ് c to the power minus 2 എന്ന് വരും. ദാറ്റ് ഈസ് 1 by c square. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുന്നു. സോ Q square by 2c square, then dc by dx. കാരണം c ഒരു കോൺസ്റ്റന്റ് അല്ല, അല്ലേ, c എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ dc by dx. പക്ഷെ നമുക്കറിയാം c is equal to q by v or v is equal to q by c. അതേപോലെ തന്നെ സിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി, അല്ലേ. സോ അത് ഉപയോഗിച്ച് നമുക്ക് dc by dx കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് ദി c. ഓക്കെ, നേരത്തെ എഴുതിയ ഇക്വേഷൻ. സോ വാട്ട് ഈസ് d by dx ഓഫ് c? സോ ഈ ഫസ്റ്റ് പാർട്ടിൽ നോക്കൂ, ഇവിടെ എക്സ് ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, അല്ലേ, ഇക്വേഷനെ. ഇവിടെ എപ്സിലോൺ 0 എപ്സിലോൺ r എൽ ഡബ്ല്യു ബൈ ഡി മൈനസ് എപ്സിലോൺ 0 എപ്സിലോൺ r എക്സ് ഡബ്ല്യു ബൈ ഡി. എക്സ് ഉള്ള പാർട്ട് ഒരു ഭാഗത്ത് എഴുതാം. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എപ്സിലോൺ 0 എപ്സിലോൺ r എൽ ഒമേഗ ബൈ ഡി. ഇതിലെ ഫസ്റ്റ് പാർട്ട് പ്ലസ് എക്സ് ഉള്ള രണ്ട് ടേം, ഈ ടേമിനെയും ഇവിടെ വരുന്ന സെക്കൻഡ് പാർട്ടിനെയും ഒരുമിച്ച് എഴുതാം. എപ്സിലോൺ 0 എക്സ് ബൈ ഡി ഇവിടെ ആയി, അല്ലേ. 1 മൈനസ് എപ്സിലോൺ r, 1 മൈനസ് എപ്സിലോൺ r ഇൻറ്റു ഡബ്ല്യു ബൈ ഡി. ഓക്കെ, സോ നൗ ഡി ബൈ ഡി എക്സ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും നോക്കൂ, ഇത്രയും ഭാഗത്ത് എക്സ് വരുന്നില്ല. സോ ഇറ്റ് ബിക്കം 0, അല്ലേ. ഇനി ഇവിടെ നോക്കൂ, പ്ലസ് ഈ പാർട്ടിൽ ഡി ബൈ ഡി എക്സ് ഓഫ്
ഇത്രയും ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എന്ത് വരും നോക്കൂ. എപ്സിലോൺ 0 1 മൈനസ് എപ്സിലോൺ ആർ ഒമേഗ ബൈ ഡി ആണ് വരുന്നത് അല്ലേ. ബട്ട് നോക്കൂ നമുക്കറിയാം 1 പ്ലസ് കൈ ഈക്വൽ ടു എപ്സിലോൺ ആർ ആണ്. സോ വാട്ട് ഈസ് 1 മൈനസ് എപ്സിലോൺ ആർ ഈസ് മൈനസ് കൈ ഇ ആണ് അല്ലേ. സോ ഈ 1 മൈനസ് എപ്സിലോൺ ആർ നമുക്ക് മൈനസ് കൈ ഇ കൊണ്ട് എഴുതാം. സോ ഇറ്റ് ബിക്കംസ് മൈനസ് എപ്സിലോൺ 0 കൈ ഇ ഡബ്ല്യു ബൈ ഡി. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ സ്ക്വയർ ബൈ ക്യൂ ബൈ സിക്ക് പകരം വി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി സി ബൈ ഡി എക്സിനെ ഇങ്ങനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും നോക്കൂ. മൈനസ് 1/2 ഇൻറ്റു വി സ്ക്വയർ വരും അല്ലേ. ക്യൂ സ്ക്വയർ ബൈ സി സ്ക്വയർ വി സ്ക്വയർ വരും. ഡി സി ബൈ ഡി എക്സിന് പകരം ദിസ് ടേംസും വരും. മൈനസ് എപ്സിലോൺ 0 കൈ ഇ ഡബ്ല്യു ബൈ ഡി. Okay, so it becomes minus epsilon 0 chi e w v square by 2d. So, നമ്മുടെ ഡയലക്ട്രിക് മെറ്റീരിയലിന് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് വൺ. ഓക്കെ, താങ്ക് യു.